ഓക്കെ, സോ ദിസ് ടൈം വി ആർ വിത്ത് ജർമ്മൻ ഫൈറ്റേഴ്സ്. ഒരു സാധനം നോക്കാൻ വേണ്ടിയാണ് ഇത്തവണ ജർമ്മനി ആയിട്ട് പോകുന്നത്. വലിയ മെച്ചമുണ്ടാകണമെന്നൊന്നുമില്ല, മിക്കവാറും ഇഷ്ടത്തായിരിക്കും ചെന്ന് കഴിയും പരിപാടി. എനിവേ ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ. പോയോ? പോയി. ഓ വാ, ഇന്ന് പകലാണ് കേട്ടാ. സാധാരണ ഞാൻ ഈ പണ്ടാറായിട്ട് വരുമ്പോ എല്ലാം ഇത് നട്ട പാതിരയൊക്കെയായിരിക്കും നടക്കുന്നത്. എന്നിട്ട് കണ്ണും കണ്ടുകൂടാ, ചെവിടും കേട്ടുകൂടാ. ഇത്തവണ എങ്ങനെ പോയാലും കുറച്ച് മെച്ചം ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇവന്മാരുടെ ഇടയിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? മുമ്പെല്ലാം കപ്പലിനെ മുക്കാൻ പോവാ. ഡാനിയൽ പാട്രിക് ഫയർ അപ്പുറത്തെ മുറിയുന്ന, ഡോണ്ട് വറി. ഇവന്റെ അടുത്തോട്ട് പോയാലോ? അവൻ്റെ അടുത്തോട്ട് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ ഒന്ന് ചുറ്റിപ്പറ്റി നിൽക്കാം. ഇവിടെ ചുറ്റിപ്പറ്റി നിന്ന് എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുവാണെങ്കിൽ ഒപ്പിക്കാം, അല്ലാണ്ടൊന്നും നടപടിയാവുമെന്ന് തോന്നുന്നില്ല എന്റെ കൂട്ടുകാരാ. ഒരെണ്ണം കൊണ്ട് പോ, ചത്തുപോടേ. അപ്പൊ എന്നെ കൊല്ലാൻ പറ്റില്ല. പോയി കയ്യിൽ നിന്ന് പോയി. ലീക്കായിട്ടുണ്ട്. He's coming for me. Ja. ഇതുമായിട്ട് പോണോ? കോമഡി ആയിരിക്കും. എന്നാ പിന്നെ ജൂക്ക ഫൈറ്റേഴ്സ് പോവല്ലേ? വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മിക്കവാറും അവിടെ ചെല്ലുന്ന ഇത്ര ഈ വടലകൾ വെടിവെച്ചത്. ചെല്ലുമ്പോ കപ്പലൊന്നും ഇല്ല, ഊന്നൊന്നും ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ കരയില്ല എന്റെ പൊന്നോട്. അടുത്തങ്ങനെ കൂടെ നിർത്താൻ വയ്യായിരുന്നു. പാവങ്ങൾ കടമ്പലൊന്നും ചെല്ലാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. രണ്ടും കൽപ്പിച്ച് ഇപ്പം 3100-200-ലാണ്. ഒരു 4000 ഹൈറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചിലപ്പോൾ മക്കരെ ചെല്ലാൻ പറ്റിയേക്കും എന്ന് വിചാരിക്കും. ഞാനിപ്പം വെടി വന്നാ വെറുതെ വെടിവെച്ച് പേടിപ്പിക്കുക മനുഷ്യനെ. എന്തൊരടയെ നീയൊക്കെ കാണിക്കുന്നത്? ഈ സാധനത്തെ അറിയുമോ? സ്റ്റൂക്ക ഡൈവ് ബോംബേഴ്സ്. പഴയ സെക്കൻഡ് വേൾഡ് വാറിലെ മരണമാസ ഐറ്റമായിരുന്നു. അതിനകത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയും സയൻസ് കാണിക്കാൻ തോന്നുന്നു. ആ ന്യൂസിന് താഴെയുള്ള അതാണെന്ന് തോന്നുന്നു. മറ്റേ ലൈക്ക് ഇതിന് ചരിത്രം പ്രകാരം ഇതിനകത്ത് മറ്റേതുണ്ടല്ലോ, സൈറൺ പ്രോത്സാഹനമുണ്ട്. അത് ബേസിക്കലി ഓക്കെ. എല്ലാ അനിയന്മാര് പോകുന്നു. ചത്ത്. ഓക്കെ. അപ്പം അത് ഇങ്ങനെ 90 ഡിഗ്രി താഴോട്ട് വരുമ്പോഴാണ് ഇതിനകത്ത് മറ്റേ സൈറന്റെ ഒച്ച വരുന്നത്. ബേസിക്കലി ആ സാധനം ഇവരുണ്ടാക്കിയെങ്കിലും ആ ഒരു ഒച്ച കേൾക്കുമ്പോൾ ആ ഒരു ഫിയർ ഫാക്ടർ ഉണ്ടായിരുന്നു ഒരു വശത്ത്. പക്ഷെ ആക്ച്വലി ഫൈറ്റേഴ്സിനെ സംബന്ധിച്ച് അത് വിമാനത്തിന്റെ എയറോഡൈനാമിക്സിനെ വളരെ നെഗറ്റീവായിട്ടായിരുന്നു ബാധിച്ചിരുന്നത്. അതായത് അഡീഷണൽ ആയിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഡ്രാഗ് ഫോഴ്സുകൾ കൊണ്ടുവരുമായിരുന്നു ഇതില്. പിന്നെ പണ്ടാണ്ട് പറഞ്ഞ പോലെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കഥിച്ചത്. എവിടെ അവിടം വരെ എത്തുകൂടെ? എനിക്കിപ്പോ സംശയമുണ്ട് കേട്ടോ. അവിടെ പുറകെ 2 ബോട്ട് പോയിട്ടുണ്ട്. ആ ബോട്ടിനെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ പഴക്കം പായുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എല്ലാം കൂടെ വരരുത്. വോയിസ് റെക്കോർഡിങ്ങാ. വേറൊന്നും കേട്ടോ. ഫ്രണ്ട് കയറി എത്തി. സഹകരണം അടിക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. ബട്ട് ആരാടെ എവിടെ വെക്കുന്നത് ആർക്കറിയാല്ലേ? നീളത്തിലുള്ള ബോട്ട് ഇങ്ങനെ കർത്താവേ കിട്ടണേ. എന്താ സംഭവിച്ചത്? ബോംബ് വീണോ ഇല്ലയോ? ഒന്നുകൂടെ പോണോ? ഇനി അവിടെ വരെ വിട്ടുന്ന സമയം കുറെ പോകും.
അല്ല വേണ്ട. ഛേ, കയ്യിന്ന് പോയൊരു ഫീൽ അല്ലേ. അവിടെ വരെ എത്തിയിട്ട് മാലര് ഒന്നുകൂടെ പോയാലോ? വട്ടുട്ടു ഒന്നുകൂടെ പോയി നോക്കാല്ലേ, ആർക്കെങ്കിലും കിടക്കല്ലേ. അല്ലെങ്കിൽ എടുത്ത എനിക്കില്ല അസിസ്റ്റ്. ഇത് പക്ഷെ ആരെ കൊന്നതിന്റെ അസിസ്റ്റ് കിടക്കുന്നതെന്ന് അറിയില്ലല്ലോ. ആ ബോട്ട് മുങ്ങിയില്ല കേട്ടോ. മുങ്ങിയില്ല മറ്റേ ബോട്ട്. അത്രയും ഡൈവ് ചെയ്യാതിട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ മേ ബി. അവിടെ ബോട്ടൊന്നും കാണുന്നില്ല. പക്ഷെ ഇവിടെ കണ്ടല്ലേ നമ്മള് പോയിട്ടേ. ഇവിടെ എവിടെയോ ആയിരുന്നെന്നാ തോന്നുന്നു. ഇവിടെ എന്താ, അത് ചെറിയ ബോട്ടുകളാ. ഇതാ കുറേ വലിയ സാധനം ഉള്ളത്. എന്തെങ്കിലും വെച്ച് അങ്ങോട്ട് പോവല്ലേ. ഇതിന് മലയിൽ കുറച്ചുകൂടെ സ്പീഡ് ഉണ്ടായിരുന്നു, ഞങ്ങൾ പറഞ്ഞല്ലായിരുന്നു. നാല് ബോട്ടേ മിച്ചേ ഉള്ളൂ. മിക്കവാറും അവിടെ ചെല്ലുമ്പോഴത്തേക്കും വേറെ ആരും വിട്ട് തീർക്കുമെന്നും പറയാൻ പറ്റുകയില്ല. അതൊക്കെ ബോംബൊക്കെ ഉണ്ടോ? ഇല്ല. അതാ നേരത്തെ ഞാൻ പറഞ്ഞത്. നേരത്തെ നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് പുള്ളി ചെയ്യാൻ പറ്റിയില്ല. മേലോട്ട് ബോംബ് ഇട്ടിട്ട് എന്തുപാടെ ഇത് കാടടക്കം അവിടെ നിന്ന് എല്ലാവരും ഇപ്പോഴാണ് ഇങ്ങോട്ട് ഇറങ്ങുന്നത്. നമ്മൾ കൂട്ടത്തോടെ കഴിയുകയാണോ? 10 ഒക്കെ ഓരോ നാടുകൾ വെടിവെച്ചിടുന്നത്. കുഞ്ഞുങ്ങൾ തയ്യാറിരിക്കും. 10, 5, 5, 3, 1. അയ്യേ, ഞാനാണെങ്കിൽ അത് നട്ടത്തിട്ടുമ്മേ. ബാക്കി എനിക്ക് പാടാൻ അറിയില്ല കേട്ടാ. വേണമെങ്കിൽ ഞാൻ പഠിച്ചിട്ട് തരാം. താഴോട്ടിലും മിടിയായിട്ട് അണ്ണന്മാര് കാണുമോ? നോക്കാം. ഇത് എവിടെ നാടന്മാര് വെട്ടി വെക്കുന്നേ? താഴെ നാളേ. ബോട്ടിൽ നിന്ന് തന്നെയാ കേട്ടോ. ഓ, ഇപ്പം ഇങ്ങനെ കിടക്കുകയാണ്. എല്ലാം ചെരിഞ്ഞാണ് കിടക്കുന്നത് പുല്ലന്മാര്. എന്നാ പിന്നെ ഇവനെ തന്നെ ഇളക്കാം. ഓവർലോഡ് -4G. Come on, come on, come on. Bomb, bomb, bomb. Come on. അതെന്താടത്? അണ്ടി ഇങ്ങനെ പട്ടി പോകുമായിട്ട്. റിപ്ലൈ കണ്ട് നോക്കാമല്ലോ ഇത് കഴിഞ്ഞിട്ട്. നമുക്ക് റിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന് അറിയണമല്ലോ. ഞാനിട്ട് പോകുമ്പോൾ തന്നെ തിരിച്ചു കൊണ്ട് ഞാൻ തന്നെ പൊട്ടി മരിച്ചതാണോ? പറയാൻ പറ്റുകയില്ല. പക്ഷെ ജർമ്മൻകാരുടെ സാധനം വെച്ചിട്ട് ഇറ്റ് വാസ് ലൈക്ക് നോട്ട് ദാറ്റ് ബാഡ്. ഇല്ല കേട്ടോ, ഗുണമൊന്നുമില്ല. വേറെ ഏതാണ്ടൊക്കെയാണ് പൊട്ടിക്കുന്നത്. അത് കീഴോട്ടല്ലേ പോയിട്ട്. ഞാനാണെങ്കിൽ അത് നട്ടുമ്മേ എന്റെ കരളിന്റെ ഹോം പൊട്ടിക്കും. ചാകുന്നെങ്കിൽ ഒറ്റയ്ക്ക് പോയി ചത്താ പോലെ എന്റെ കൊണാണ്ട്ര. അവനും ചത്തുപോയി, ഓരോനെയും കൊന്നു. ടോർപിഡോ ബോംബേഴ്സ്. ആദ്യം ഇതിന് പോയി മൂഞ്ച, എന്നിട്ട് ടോർപിഡോ ആയിട്ട് പോവാം. അല്ല, അതിന് ടോർപിഡോ ആയിട്ട് പോയിട്ട് കാര്യമില്ല കേട്ടോ. സാധനമെല്ലാം തീർന്നു. ടോർപിഡോ എടുക്കാൻ നന്നായി. We need some kills now. Come on, let's do it. കോമ്പിന്റെ കോമ്പൊട്ടിക്കും അയലക്കണ്ണം പോയി കവിളും.
സോറി ഗൈസ്, വേറെ കോൾ വന്നാണേ. ഇവിടുന്ന് ഒരു മീൻപിടുത്തം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവന്മാരെ കളി അറിയാൻ വയ്യാത്ത പയ്യന്മാരാന്ന് തോന്നുന്നു കേട്ടോ. അറിഞ്ഞ പോലെ എല്ലാം കൂട്ടിടിച്ച് ആളുക. അവസരം കിട്ടുന്നില്ലല്ലോ മുതലാളി. ഓ, സർവാധിപത്യമാണല്ലോ. മൂക്കിന് പോയാവോ ഡാമേജ് ആയിട്ടോ. ചാവുന്നെങ്കിൽ ഒറ്റയ്ക്ക് പോ, ചാവ്. തുടങ്ങി ലീക്കായി ഇനി വലിയ പ്രയോജനമൊന്നുമില്ല. ചോണേണ്ട വന്നിട്ട് ചെയ്താക്കിട്ടടാ. പ്ലെയിൻ ഫണ്ട് അയ്യേ, അവനാണ് എന്നെ കൊന്ന് വിട്ടു കൊടുത്തത്. ബാഡ് ഗൈസ്. അയ്യോ വേണ്ട, കളിയപ്പോ തരും. ഇനി വെറുതെ സമയം കളയുന്നേ. അങ്ങനെ ഇതിനകത്ത് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. രണ്ട് കില്ലുണ്ടെങ്കിലും വലിയ ഗുണമുള്ള കില്ലൊന്നുമല്ല. എന്താണ് പറയാറങ്ങി പോകുന്നത്. നമുക്ക് റിപ്ലൈക്കകത്ത് പോയിട്ട് മറ്റേ നമ്മളെ ബോംബുമായിട്ട് പോയല്ലോ, അവിടെ എന്താ സംഭവിച്ചതെന്നൊന്നും നോക്കിയിട്ട് വരാം. പ്രത്യേകിച്ച് വർക്കങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും. വാട്ടർ ഡ്രോപ്പ് മാത്രമുള്ളെന്ന് തോന്നുന്നു കിട്ടുന്നത്. സന്തോഷം. ഇത് കിട്ടിയല്ലേ, നൈസ്. ഇത് ഞാൻ നാളെ കാണിക്കാം കേട്ടോ. വ്യൂ റിപ്ലൈ വേഗം നാട്ടടേ. ഇത് കുട്ടിയില്ല. എന്താണ് റിപ്ലൈ? ഈ ഒരു ഇന്റർഫേസ് ഞാൻ കണ്ടിട്ടില്ല. അതേ പോകുന്നു. എന്നെ കാണേണ്ട ആവശ്യമില്ലല്ലോ. കഥ പോവാ. പൊങ്ങട്ട് ഇനി നമുക്ക് കുറച്ച് സ്ലോ മോഷനിൽ പോവാം. ഓക്കെ, മെല്ലെ പോവുകയാണ്. ഒരു മിനിറ്റ്. കയ്യിൽ പോയാ ഇല്ല. അതിൻ്റെ ആവശ്യമില്ല. ഫ്രീ ക്യാമറ റാൻഡം ക്യാമറ പറ്റില്ല, ജനറൽ വ്യൂ പറ്റില്ല, ഫ്രീ ക്യാമറ പറ്റില്ല, ലൈവ് വ്യൂ, ഓപ്പറേറ്റർ വ്യൂ നോക്കാല്ലേ. സൂം ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അങ്ങനത്തെ കാലത്തെ പറ്റിയിരുന്നത്. ബോട്ട് എവിടെ ചങ്ങാതി? ബോട്ട് എവിടെയാ? ബോട്ടവിടെ കിടപ്പുണ്ട്. ഒരു മിനിറ്റ്.
ഇണ്ടി ഇതെന്ത് തേങ്ങയാണ്? ഇപ്പൊ തിരിച്ചു പോകണമെന്നുണ്ട്, തിരിച്ചു പോകാനും വയ്യാത്തൊരവസ്ഥയായില്ല ഭർത്താവ്. സമയം കളയാനായിട്ട് മലര്. കണ്ട നമ്മുടെ സാധനം വീണിട്ട് പൊട്ടി. അയ്യേ, നമ്മുടെ അവിടെ പൊട്ടിയതാണ്. ഇവന്റെ കൂടെ പോയി നോക്കട്ടെ. സ്പീഡ് കൂട്ടാതെ. Target approaching. Okay. പോകുന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ ബോംബ് വിട്ടില്ലേ മലരി? ബോംബ് വിടുന്നു. ഓക്കെ, നമുക്ക് ടോപ്പ് ആംഗിളിൽ പോവാം. ടോപ്പ് ആംഗിളിൽ പോയി കാണാൻ പറ്റും തോന്നുന്നില്ല. ഈ ആംഗിളിൽ പോവാം. കണ്ട, അതും കറക്റ്റായിട്ട് വീണതാണ്. കണ്ട, എന്തൊരു ബ്യൂട്ടിയാണ് നോക്കിയേ. കിടക്കുന്ന വീടോട്ട്. ഇപ്പൊ ടെക്നിക്ക് പിടി കിട്ടി. ലോ റേഞ്ച് ചെന്നപ്പോഴേ അവന്മാരുടെ മിഷൻ കൊണ്ട് വെച്ച് വിമാനത്തെ വെടിവെച്ചിട്ടതാ. വെറുതെ സോഫ്റ്റ്വെയറിനെ കുറ്റം പറഞ്ഞു. അപ്പൊ എക്സിറ്റ് മതി. കൊണ്ടാത്ത എക്സിറ്റ് ആകുക. ഇവിടെ കിറ്റ് ഫ്ലിപ്പാൻ വലിയ കാര്യം മനസ്സിലായി. അത്ര നാളോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. മേടിക്കണം. അപ്പം അത് നാളെ ആലും മേടിച്ചാൽ മതിയാ. എന്നാ പിന്നെ നാളെ മേടിക്കാം അല്ലേ? അതിപ്പോ ഒന്നും മേടിക്കുന്നില്ല. 553 ഇവിടുത്തെ ലായല്ലേ? എന്നാ പിന്നെ എനിക്ക് ഇൻഫെക്ഷൻ ആവും. മേടിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ശരി സഹാക്കളെ, ഗുഡ് നൈറ്റ്.